പ്രൈസ് ലോർഡ്. വേഗം വരുന്നതിനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രൈസ്റ്റ് ഫെലോഷിപ്പിന്റെ ഈ ഒരു മീറ്റിംഗിൽ എസ്പെഷ്യലി മിനിസ്ട്രി ഡിവോഷൻ ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങള് നാം എസ്പെഷ്യലി മിനിസ്ട്രിയോട് സ്നേഹവും മിനിസ്ട്രി ചെയ്യാൻ താല്പര്യവും മിനിസ്ട്രിക്ക് വേണ്ടിയുള്ള വിളിയും ഉള്ളവരായതുകൊണ്ട് എനിക്ക് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മുടെ തോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യുന്നതും ഈ മീറ്റിംഗിൽ കൂടുന്നതും എനിക്ക് വലിയൊരു സന്തോഷമാണ്. അന്നേരം ഇന്ന് മിനിസ്ട്രി റിലേറ്റഡ് തന്നെ ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസങ്ങള് കർത്താവിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. ശരിക്കും ഇന്ന് ഈ മീറ്റിംഗിൽ സിഞ്ചു സിസ്റ്റർ പറഞ്ഞപ്പോഴും മാത്യൂസ് ബ്രദർ പറഞ്ഞപ്പോഴും ഒക്കെ ആ ഒരു ദ സ്പിരിറ്റ് ഓഫ് ഗോഡിന്റെ ഒരു ഐക്യം എനിക്ക് മനസ്സിലാകാൻ പറ്റി. കാരണം കഴിഞ്ഞ ദിവസം എല്ലാം ഞാനും പഠിച്ചുകൊണ്ടിരുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവം അല്ലെ, ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ആ മൈൻഡ് ഓഫ് ക്രൈസ്റ്റില് നാം മിനിസ്ട്രിയില് നാം കർത്താവിനോട് കൂടെ കോ ലേബറേഴ്സ്, കോ വർക്കേഴ്സ്, അല്ലെങ്കിൽ ഒരു സോൾജറായിട്ടൊക്കെ നമ്മളെ കമ്പയർ ചെയ്ത് ഓൾ ദോസ് ആർ ദ റോൾസ് ദാറ്റ് വി ആർ കോൾഡ് ടു ബി അല്ലെ. അങ്ങനാണെങ്കിൽ ആ ഒരു പോസ്റ്റിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പദം ആ ഒരു പൊസിഷനിൽ നാം ക്രിസ്തുവിനോട് കൂടെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സ്വഭാവ രൂപീകരണങ്ങൾ. അന്നേരം അത് ഞാനിങ്ങനെ കുറെ ആഴ്ചകളായിട്ട് ഞാൻ കുറെ നാളായിട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ വിഷയം ഒന്ന് പഠിച്ചു കഴിയുമ്പോഴത്തേനും പിന്നെയും നെക്സ്റ്റ് ടോപ്പിക് വരാത്ത അങ്ങനെ കർത്താവ് എന്നെ പല വിഷയങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അന്നേരം അതില് ഒരു കാര്യം ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. കാരണം അതാണെങ്കിലും ഒരുപാടുണ്ട്. എന്റെ സമയത്തിന്റെ ലിമിറ്റേഷൻസ് എനിക്കറിയാം. ഐ കീപ് ടു മൈ ടൈം. പെട്ടെന്ന് വിൽ ജസ്റ്റ് സീ ദ ടോപ്പിക്സ് ആൻഡ് കർത്താവ് നമ്മളെ എല്ലാവരെയും ആ വിഷയങ്ങൾ നമ്മൾ ഒന്നുകൂടൊന്ന് ഈ പശുവൊക്കെ ചൂയിങ് ദ കഡ് ചെയ്യത്തില്ലേ, അത് അഴവ, ഐ ഡോണ്ട് നോ വാട്ട് യു കോൾ ഇൻ മലയാളം. എനിവേ ഐ ഹോപ്പ് നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും. ഈ കഴിച്ചു കഴിഞ്ഞ് അഴവ ഇറക്കുക. അന്നേരം അത് ചെയ്യുമ്പം കർത്താവ് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കും. എനിവേ ഇന്നിപ്പം പെട്ടെന്ന് നാം ക്രിസ്തുവിന് 2 തിമോത്തി 2:3 and 4 നാം വായിക്കുമ്പം അവിടെ നാം വായിക്കുന്നത് പൗലോസിന്റെ ലേഖനമാണ്. അന്നേരം thou therefore endure hardness as a good soldier of Jesus Christ. No man that warreth entangleth himself with the affairs of this life, that he may please him who hath chosen him to be a soldier. ഇവിടെ കർത്താവിനോട് കൂടെ നമ്മുടെ നെക്സ്റ്റ് റോള് നമ്മളൊരു സോൾജർ ആയിട്ട് ഒരു റോൾ ആകുമ്പോൾ ആ സോൾജർ ഒരു ഗുഡ് സോൾജർ ആവാൻ എന്തൊക്കെ ചെയ്യണം എന്നും ഹല്ലേലൂയ നമ്മെ ആ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്തവനെ പ്രസാദിപ്പിക്കുവാൻ നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം, ആ വിഷയത്തെക്കുറിച്ച് കർത്താവ് എന്നെ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ 2 Samuel chapter 23 verse 9 and 10. ഹല്ലേലൂയ. 2 Samuel chapter 23 verse 9 and 10 അവിടെ ഒരു സോൾജറിനെ കുറിച്ച് എന്നെ പഠിപ്പിച്ചു. അവിടെ നാം കാണാം, ഒരുപാട് പ്രസംഗ വിഷയമൊന്നും അല്ലെങ്കിലും എനിക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നേരം ആസ് എ സോൾജർ അവിടെ നാം ഡേവിഡിന്റെ സുജോണിങ്സ് കാണുക. ദാവീദിനെ രാജ്യാഭിഷേകം ചെയ്തിട്ടും രാജാവായിട്ട് ഹല്ലേലൂയ ആ സിംഹാസനത്തിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരു പീരിയഡ്. ആ പീരിയഡ് സത്യം പറഞ്ഞ ദാവീദിന്റെ ജീവിതത്തിൽ ഓട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ശൗലിനോട് ചോദിക്കുന്നുണ്ട്, എന്നെ ഒരു ഡോഗ്, ഒരു പട്ടി, ആർ യു ചേസിങ് മീ ലൈക്ക് എ ഡോഗ്? അതുപോലെ ഓട്ടുക. ആ സമയത്ത് പക്ഷെങ്കിൽ ഒരു കൂട്ടം ജനം ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നു. 1 Samuel chapter 22 verse 2 ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് കാണാം. അന്നേരം അവിടെ 1 Samuel 22 verse 2 നാം വായിക്കുന്നത്, and everyone that was in distress, and everyone that was in debt, and everyone that was discontented gathered themselves unto him, and he became captain over them. അവിടെ ഡെപ്റ്റില്, ഡിസ്ട്രസ്സില്, ഡിസ്കണ്ടന്റ്മെന്റില് ഒക്കെ കിടന്നവര് അവരൊക്കെ ആ ദാവീദിന്റെ കൂടെ ചേർന്ന് ദാവീദിനൊരു
സേനയായി, ദാവീദ് ക്യാപ്റ്റനായി, ആൻഡ് അവരെല്ലാം ഡേവിഡിന്റെ കൂടെ ഉണ്ട്. പ്രിയമുള്ളവരെ, ഇതെല്ലാം നാം നമ്മുടെ ജീവിതത്തോടൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ആ ഡെപ്ത് ഒന്ന് മനസ്സിലാകുന്നത്. അവിടെ ഡേവിഡിന്റെ കൂടെ ജോയിൻ ചെയ്തവരെ പോലുള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു നാം. ഡിസ്കണ്ടന്റ്മെന്റ്, ഡെപ്റ്റ് ഓഫ് സിൻ, ആ ഡെപ്റ്റ് ഓഫ് സിന്ന്, ഡിസ്കണ്ടന്റ്മെന്റ്, അങ്ങനെ എല്ലാ രീതിയിലും നമ്മുടെ ജീവിതത്തിൽ നാമും ഒരു ഒപ്രസ്ഡ് ഒരു സിറ്റുവേഷനിൽ, ഒപ്രസ്ഡ് കൂട്ടമായിരുന്നു ഒരു സമയത്ത്. അവിടുന്ന് കർത്താവ് നമ്മുടെ ക്യാപ്റ്റനായിട്ട്, നാം അവനോടൊന്ന് ചേർന്നപ്പം അവൻ നമ്മുടെ ക്യാപ്റ്റനായിട്ട് നമ്മളോട് കൂടെ നിന്നിട്ട് ഹി ട്രാൻസ്ഫോംസ് അസ്. ഈ ഡിസ്കണ്ടന്റഡ് ആയിട്ട് നിന്ന ആൾക്കാരെന്തുവാ പിന്നെ ഒരു ആർമി ആകുക. ആ ആർമിന്ന് ഒരുവനാ ഈ എലിയാസർ. അവിടെ നാം വായിക്കുന്നത്, ആൻഡ് ആഫ്റ്റർ ഹിം വാസ് എലിയാസർ ദ സൺ ഓഫ് ദോദോ ദ അഹോഹൈറ്റ്, വൺ ഓഫ് ദ 3 mighty men with David. ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്ന 3 mighty മെന്നിൽ നിന്ന് ഒരാള് എലിയാസർ. ഈ എലിയാസറിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങളൊന്നും പഠിക്കണം. എസ്പെഷ്യലി ഇന്നത്തെ നമ്മുടെ സർക്കംസ്റ്റാൻസസിൽ നാം മിനിസ്ട്രി നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടുന്ന് പഠിക്കാം. ഈ എലിയാസറിനെ കുറിച്ചൊന്ന് കാണുമ്പം, എലിയാസർ ഡേവിഡിന്റെ കൂടെ നിൽക്കുന്ന സമയം ഡേവിഡ് രാജാവായിട്ട് വാഴാൻ തുടങ്ങിയിട്ടില്ല. ഡേവിഡിനെ അഭിഷേകം ചെയ്തിട്ടുണ്ട്, അവൻ രാജാവാണ്. എങ്കിലും ഇന്ന് ഒരു നമ്മുടെ ഈ വേൾഡ്ലി ഐസും കൊണ്ട് നാം കണ്ടാല് അവനൊരു പാലസ് ഇല്ല, അവനൊരു സ്വസ്ഥമായിട്ട് കഴിയാൻ ഒരു വീട് പോലും ഇല്ല, ഒരു ത്രോണൊക്കെ ഒന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ. ഇങ്ങനെ ഓട്ടം, കഷ്ടം ഓട്ടം. അങ്ങനത്തെ ഒരു സമയത്തും ഇവൻ രാജാവാണ്. ഇവന്റെ മേലുള്ളൊരു വിളിയെ കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ ബോധ്യമില്ലായിരുന്നെങ്കിൽ അവർക്ക് ഡേവിഡിന്റെ കൂടെ നിൽക്കാൻ ഒരിക്കലും സാധ്യമല്ലായിരുന്നു. ദ സെയിം വിത്ത് അസ്. നമ്മെ കർത്താവ് ആ ഡിസ്കണ്ടന്റഡ്, ആ ഡെപ്റ്റേഴ്സ് ആയിട്ടിരുന്ന് നമ്മെ കർത്താവിനോട് കൂടെ ചേർത്ത് നമ്മുടെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിന് വേണ്ടി ഏത് കഷ്ടത്തിൽ കൂടെ ഇന്ന് നാം പോയാലും, എസ്പെഷ്യലി ഓരോ ദിവസവും നമ്മുടെ ദേശത്ത് തന്നെ ശരിക്കും കർത്താവിന് വേണ്ടി ജീവിക്കുവാനും, ആൻഡ് എസ്പെഷ്യലി മിനിസ്ട്രിയില് ജീവിക്കാൻ വേണ്ടി നമുക്ക് ഓരോ ചാലഞ്ചസ് വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ, ഒരുപാട് സംഘർഷങ്ങൾ ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്താണ് നാം ഇരിക്കുന്നത്. എന്നാൽ അവൻ ഒരു നാൾ രാജാവാകും, ആയി വരും. അവൻ ഹല്ലേലൂയ, അവൻ ആരാണെന്ന് ഒന്ന് നല്ലവണ്ണം നമ്മുടെ ക്ലാരിറ്റി ഓഫ് വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മിനിസ്ട്രിയിൽ നമുക്ക് നന്നായി നിൽക്കാൻ പറ്റത്തുള്ളൂ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് during these days we need to have a clear vision about our captain. Hallelujah. The second that we see over there is അവിടെ ഒരു യുദ്ധമാണ്, പ്രതികൂല സാഹചര്യമാ, ഒരു കഷ്ടത്തിൽ കൂടെ യുദ്ധത്തിന് വേണ്ടി. അവിടെ ഫസ്റ്റ് ക്രോണിക്കൽസ് 11th chapter 12 to 18 കൂടെ വായിക്കുമ്പം ആ യുദ്ധം എവിടെ നടക്കുന്നു അതൊക്കെ നമുക്ക് അറിയാം. ഫിലിസ്തീയര് പാസ്ദമീം എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് അവിടെ വന്ന് ഇസ്രായേലൈറ്റ്സിനെ ഡിഫൈ ചെയ്യുക. അവിടെ ഒരു യുദ്ധമാ. ഈ സമയത്ത് പ്രിയമുള്ളവരെ, നാമും ഒരു യുദ്ധക്കളത്തില്, പോർക്കളത്തില്, അല്ലെ? നമുക്കൊരു യു കനോട്ട് അഫോർഡ് ഏത് സമയവും ശത്രു നമ്മളെ വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം. ആ വെല്ലുവിളി നമുക്ക് പല രീതിയിൽ വരാം. നമ്മുടെ ഫാമിലിയിൽ നിന്ന് വരാം, നമ്മുടെ ഫ്രണ്ട്സിൽ നിന്ന് വരാം, നമുക്ക് അതർ ക്രിസ്ത്യൻസിൽ നിന്ന് വരാം, അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് വരാം, പൈശാചിക ശക്തികളിൽ നിന്ന് വരാം. അങ്ങനെ എപ്പോഴും ഒരു വെല്ലുവിളിയുടെ മുന്നിലാണ് നാം നിൽക്കുന്നത്. ഈ വെല്ലുവിളിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, അവിടെ എല്ലാ ഇസ്രായേൽ മക്കൾ, ദ ഇസ്രലൈറ്റ്സ് റിട്രീറ്റഡ്. എങ്കിലോ എലിയാസർ ഡിസൈഡഡ് ടു സ്റ്റാൻഡ് വിത്ത് ദ ക്യാപ്റ്റൻ. ഡേവിഡിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ എലിയാസർ തീരുമാനിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഒന്ന് ഇഫ് യു ലുക്ക് അറൗണ്ട് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാല്, ശരിക്കും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഐ വാസ് എൻകൗണ്ടറിങ് ഒരുപാട് ഡിസ്കണ്ടന്റ് ക്രിസ്ത്യൻസിനെ ഞാൻ എൻകൗണ്ടർ ചെയ്ത്. എനിക്കറിയില്ല എന്താ, എനിക്ക് തോന്നുന്നത് ആഴ്ചയിൽ എല്ലാ ദിവസവും ഒരാളെങ്കിലും ഞാൻ എൻകൗണ്ടർ ചെയ്ത്. അവർക്ക് പറയാനുള്ളത്, ആ പാസ്റ്ററിനെ കണ്ടില്ലേ, ഇന്ന ആളെ കണ്ടില്ലേ, അവരൊക്കെ ക്രിസ്ത്യൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുന്നേ, അങ്ങനെ ചെയ്യുന്നേ, അങ്ങനെ കുറ്റം പറയാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കിയിട്ട്
അവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് പിന്മാറുന്ന ഒരു കൂട്ടം ജനത്തെ അന്നേരമെല്ലാം ഞാൻ ചിന്തിച്ചു, ദാറ്റ് ഇസ് വൈ ദ വേർഡ് ഓഫ് ഗോഡ് ടെൽസ് us ലുക്കിംഗ് അൺ ടു ജീസസ് ദി ഓത്തർ ആൻഡ് പെർഫെക്റ്റർ ഓഫ് എ ഫെയ്ത്ത്. നമ്മുടെ കണ്ണുകൾ മറ്റുള്ളവരെയല്ല, നാം പാടുന്നതല്ലേ എന്നേക്കാ ശക്തന്മാർ വീണുപോയ ഈ പോർക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ നോക്കുവാനല്ല, പലപ്പോഴും നാം ഹല്ലേലൂയ there are always some people who are whom we look up to. നാം ലീഡേഴ്സ് ആയിട്ടോ നാം അങ്ങനെ ലുക്കപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെങ്കിൽ ചില സമയത്ത് നാം ലുക്കപ്പ് ചെയ്തോര് അവരുടെ ജീവിതം ഒരു ശൂന്യമാണെന്ന് കാണുമ്പോൾ നമുക്കൊരു ഡിസൊല്യൂഷൻമെന്റ് വരാൻ സാധ്യതയുണ്ട്. എങ്കിലും that is why the word of God says looking unto Jesus, clarity of vision, and eyes steadfast only on Jesus. And the third is ആരൊക്കെ എന്നെ വിട്ടുപോയാലും ഞാൻ എന്റെ ക്യാപ്റ്റന്റെ കൂടെ നിൽക്കും എന്നുള്ള ഒരു ഫേം ഡിസിഷൻ നമ്മുടെ ജീവിതത്തിൽ വേണം. അവിടെ എല്ലാരും തിരിഞ്ഞുപോയി, എല്ലാരും റിട്രീറ്റ് ചെയ്തു. ഇസ്രായേലൈറ്റ്സ് റിട്രീറ്റഡ് എന്നാ അവിടെ എഴുതുന്നത്. എങ്കിലും he chose to stand. അവിടെ സ്റ്റാൻഡ് ചെയ്തത് മാത്രമല്ല, ഒരു സോൾജറായിട്ട് അവനെ ഡേവിഡ് ഹല്ലേലൂയ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സോൾജർ ചെയ്യേണ്ട ആ കാര്യം വിശ്വസ്തയോടുകൂടി അവൻ ചെയ്തു. ഹല്ലേലൂയ. അതൊന്നും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അത് പഠിക്കാനുള്ള കാര്യമല്ലേ. നാം മറ്റുള്ളവരെ കണ്ട് അങ്ങ് ക്ഷീണിച്ചു പോവും, തളർന്നു പോവും, നാം ഡിസൊല്യൂഷൻഡ് ആയി പോവും. എങ്കിലും the word of God gives Eleazar as an example. എല്ലാരും വിട്ടുപോയിട്ടും he chose to stand മാത്രമല്ല, in spite of being alone, ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും ഹല്ലേലൂയ ഞാൻ എന്നെ ഏൽപ്പിച്ചത് പൂർണ്ണ വിശ്വാസത്തോടെ ഫെയ്ത്ത്ഫുൾനെസ്സോടുകൂടെ ഹല്ലേലൂയ വിശ്വാസയോഗ്യമായിട്ട് ഞാൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ എന്നെ കൊണ്ട് ചെയ്യാവുന്നതാ ഫുൾ ഞാൻ ചെയ്യുമെന്ന് ഒരു ഉറപ്പോടുകൂടെ നിന്ന ഒരു സോൾജറാ എലയാസർ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാമും അതൊന്ന് പഠിക്കാം. പലപ്പോഴും നമുക്ക് കൂട്ടിനാരും ഇല്ല, അല്ലെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ശുശ്രൂഷിക്കാൻ വേണ്ടി നാം ഹല്ലേലൂയ ഒരു ഫുഡ് നമുക്കൊന്ന് മുന്നോട്ട് വെക്കാൻ എന്റെ കൂടെ ആരുമില്ല, എല്ലാരും അങ്ങ് പോയി, പിശാചിന്റെ വെല്ലുവിളി വന്നു, അല്ലെങ്കിൽ ആ സർക്കംസ്റ്റാൻസ് അങ്ങനൊക്കെ ആയി, യുദ്ധം വന്നു, അങ്ങനൊക്കെ വരുമ്പോഴത്തേന് എല്ലാരും പിന്മാറി, അതുകൊണ്ട് ഞാൻ പിന്മാറി പോയതാണെന്ന് പറയുന്നത് നമുക്ക് ഒരു സോൾജറിന് യോജിച്ചതല്ല. അതുകൊണ്ട് കർത്താവിന് ഹല്ലേലൂയ അവിടെ പൗലോസ് 2 തിമോഥെയോസിൽ പറഞ്ഞത് that we may please him who has hallelujah put us in his army. അന്നേരം നമ്മളെ ഹല്ലേലൂയ ആ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്തവനെ നാം പ്ലീസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ദൗത്യം എന്ന് വെച്ചാൽ ആരൊക്കെ കൂടില്ലെങ്കിലും എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ അതെന്നെ ശരിക്കും എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു വിഷയമാണ്. അതിനുശേഷം നാം കാണുന്നത് he arose and smote the Philistines until his hand was weary. ശരിക്കും ഇപ്പം സിഞ്ചു സിസ്റ്റർ പറഞ്ഞ പോലെ വിയറി കർത്താവിന്റെ ഒരു ധീര പടയാളിയാ. കർത്താവിന്റെ ദാസന്മാരും വിയറി ആകാൻ പറ്റുമോ? ഇസ് ഇറ്റ് പോസിബിൾ? യെസ്, ഡെഫിനറ്റ്ലി. ദൈവവചനത്തിൽ നാം കാണുമ്പം പലയിടത്തും ഹല്ലേലൂയ നാം കർത്താവിന് വേണ്ടി നിന്നിട്ടും there are times when we become weary. നാം ഹ്യൂമൻ ബീങ്സ് അല്ലേ, we can become weary. But a word of cheer there is, എപ്പോഴൊക്കെ കർത്താവിന് വേണ്ടി വിശ്വസ്തയോട് കൂടെ നിൽക്കുന്നവർ വിയറി ആയാലും കർത്താവ് അവരെ ബലപ്പെടുത്താൻ വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ചൂടപ്പവുമായിട്ട് കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരുപാട് ശുശ്രൂഷ ചെയ്തിട്ട് ഏലിയാവ് മടുത്തു. ഏലിയാവ് പറഞ്ഞു മതി കർത്താവേ. പക്ഷെ ഏലിയാവിനെ കർത്താവ് അവിടെ അങ്ങ് ഫുൾ സ്റ്റോപ്പ് അല്ല ഇടുന്നത്. ഏലിയാവെ എഴുന്നേക്ക്, ഹല്ലേലൂയ, യു ഹാവ് സം മോർ വർക്ക് ടു ഡു. അതിനു വേണ്ടി ഞാൻ നിന്നെ ബലപ്പെടുത്താം. ക്രിസ്തുവിന്റെ ക്രൂസിഫിക്ഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് പത്രോസും എല്ലാരും അങ്ങ് ഡിസ്കറേജ്ഡ് ആയി, അങ്ങ് മടുത്തു, അവര് വിയറിയായി. എന്നാൽ കർത്താവ് അവിടെയും അവരെ ബലപ്പെടുത്താൻ വേണ്ടി കണലിന്റെ മേൽ ചുട്ട മീനും ചൂടപ്പവുമായിട്ട് കർത്താവ് അവിടെ ചെന്നു. അങ്ങനെ കർത്താവിന് വേണ്ടി നിൽക്കുന്നവർ വിയറി ആയാലും കർത്താവ് അവരെ കൈവിടത്തില്ല. ഹല്ലേലൂയ. പക്ഷെ അവിടെ വേറൊരു കാര്യം നാം പഠിക്കാനുള്ളത്, എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചതും,
അവൻ ഒരു എല്ലാരും പിന്മാറിയപ്പോഴും he kept on doing what he is supposed to do very faithfully. വിയറി ആയി കഴിഞ്ഞിട്ടും അവന്റെ കയ്യിലെ വാൾ അവൻ വിട്ടില്ല. പ്രിയ ദൈവമക്കളെ, എഫേസ്യർ 6-ാമത്തെ അധ്യായത്തിൽ when we see the whole armor of God, അവിടെ എല്ലാം ഒരുപാട് ഡിഫെൻസീവ്, നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഒരുപാട് ആർമർ ഉണ്ട്. പക്ഷെങ്കിൽ ഒഫെൻസീവ് ആയിട്ട് എടുത്തു വെട്ടാൻ വേണ്ടി ഒരൊറ്റ ആർമറേ ഉള്ളൂ, ദ സ്വോർഡ്, ദാറ്റ് ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇവിടെ എലയാസറിനെ കുറിച്ച് വായിക്കുന്നത് ആ സ്വോർഡ് അങ്ങ് he held it so tightly that it just clung unto his skin. And പിന്നെ ഈ സ്വോർഡും ഈ കയ്യും കൂടെ ഡിഫറൻഷിയേറ്റ് പോലും ചെയ്യാൻ പറ്റാത്ത അതുപോലെ അങ്ങ് ഒന്നായി. There's a word of caution for us. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും എത്ര മടുത്തു പോയാലും എത്ര ക്ഷീണിതരായാലും, ഹല്ലേലൂയ, പ്രിയ ദൈവമക്കളെ, നാം ക്രിസ്തു എന്ന പാറമേലൊന്ന് ഉറച്ച് ദൈവവചനത്തിലൊന്ന് ഉറച്ചു നിന്നാൽ, ഹല്ലേലൂയ, ഏത് പ്രതികൂല സാഹചര്യം വന്നാലും ആ ദൈവവചനം ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകല്ല. ആ സ്വോർഡ് അവൻ, ഹല്ലേലൂയ, ഒന്ന് മടുത്തപ്പോ അതൊന്ന് താഴെ വെച്ചായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ആ സ്വോർഡ് യൂസ് ചെയ്യാതിരുന്നായിരുന്നെങ്കിലോ, then he is no more a soldier, അല്ലെ? സ്വോർഡ് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ he is no more a soldier. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഒരു മിനിറ്റ് പോലും, ഹല്ലേലൂയ, ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും എന്തൊക്കെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാലും ദൈവവചനം എന്ന സ്വോർഡ് അതങ്ങ് നമ്മുടെ ഇവിടെ എലയാസറിന്റെ കയ്യോട് കൂടെ അങ്ങ് ഒന്നായതുപോലെ നമ്മുടെ ജീവിതത്തിലും the word of God should be so inseparable in our lives and we should be so deeply rooted. ഹല്ലേലൂയ, എന്ത് സാഹചര്യത്തിൽ നിന്നും നമ്മളെ അതിന് വേർപിരിക്കാൻ, ഒരു ശക്തിക്കും വേർപിരിക്കാൻ പറ്റാതെ വന്നാൽ ജയം, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതിനുശേഷം വേറൊരു പോയിന്റ് നാം അവിടെ കാണുന്നത്, the Lord brought about a great victory. That is it. യുദ്ധം ചെയ്യാൻ ചെയ്തതാരായിരുന്നു? അവിടെ എലയാസർ ആണെങ്കിലും the glory goes to God. പലപ്പോഴും, ഹല്ലേലൂയ, ഒരുപാട് പ്രാവശ്യം, ഹല്ലേലൂയ, ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഒരു വീഴ്ച സംഭവിക്കാനുള്ളതിന്റെ തുടക്കം അവിടെയാ. ഒരു നല്ല പ്രസംഗമായി, പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയായി, ഒരു ഡെലിവറൻസ് ഉണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും ആയാൽ, there are times when we tend to take glory for ourselves. പ്രിയമുള്ളവരെ, the victory is the Lord's. യുദ്ധം ചെയ്തത് എലയാസർ ആയിരുന്നെങ്കിലും യുദ്ധം യഹോവയാൽ ജയിച്ചെന്ന്. The Lord brought about a great victory. Hallelujah. We should be people who will ascribe all the glory to God. And അതിനുശേഷം പിന്നെ ക്രിസ്തുവിന്റെ മനസ്സ്, ആ ഒരു മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എലയാസറിൽ ഒന്ന് കണ്ടേ. അവിടെ നെക്സ്റ്റ് നമ്മൾ വായിക്കുന്നത്, and the people returned after him only to spoil. എന്ന് വെച്ചാല് യുദ്ധം കഴിഞ്ഞു, അവിടെ ഒരു വലിയ ജയമുണ്ടായി. ആ ജയത്തിന് ശേഷം ഫിലിസ്തീനെ എല്ലാം ലെഫ്റ്റ് റൈറ്റ് എലയാസർ നിന്ന് കൊന്ന് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഫിലിസ്റ്റൈൻസ് ബാക്കിയുള്ള ഒരു റിട്രീറ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പം, പിന്നെ ഇവിടുന്ന് ആ ഇസ്രായേൽ മക്കൾ വരുക. എന്തിന്? സ്പോയിൽ എടുക്കാൻ, ബൂട്ടി, ആ ലൂട്ട്, കൊള്ളയടിക്കാൻ. പ്രിയമുള്ളവരെ, ലെറ്റ് us keep ourselves എലയാസറിന്റെ സ്ഥാനത്ത്. എലയാസറിന്റെ സ്ഥാനത്ത് നാം ആയിരുന്നെങ്കിൽ ഈ ഒരു അവരെ ഒന്ന് കൂട്ടിക്കൊണ്ട് നിൽക്കാനുള്ള ഒരു മനസ്സ് നാം കാണിക്കുമോ? എലയാസർ അവരെ ഓടിച്ചു വിട്ടില്ല, അവരെ അവിടെ കളിയാക്കിയില്ല, അവരെ അവിടെ നിങ്ങള് യുദ്ധത്തിന്റെ സമയത്ത് നിങ്ങളെ ആരെയും കണ്ടില്ലല്ലോ, നിങ്ങൾ പോയില്ലേ, യുദ്ധം ഞാൻ മാത്രം ചെയ്തല്ലോ, ഒറ്റയ്ക്ക് നിന്ന്, അങ്ങനൊന്നുമില്ല. നോ നോ നോ, ദാറ്റ് ഇസ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. നമ്മുടെ സഹോദരന്മാര്, നമ്മുടെ കൂടെ ഉള്ളവര് ചിലപ്പോ ഒരു പ്രതികൂല സാഹചര്യം വന്നപ്പം അവര് പിന്മാറി കാണും, ചിലപ്പോ അവർക്ക് കൂടെ നിൽക്കാൻ പറ്റിയില്ലായിരിക്കും. നാം അവർക്കും ഒരു സപ്പോർട്ട് കൊടുക്കണം. ഹല്ലേലൂയ. യുദ്ധത്തിൽ ആ സമയത്ത് നാം റിട്രീറ്റ് ചെയ്യാതെ നാം നമ്മെ ഏൽപ്പിച്ചത് ചെയ്തിട്ട് പിന്നെ കൊള്ളയടിക്കാൻ നേരം അവര് വരുമ്പോൾ അവരെ നാം ഹല്ലേലൂയ, നാം അവരെ ഇൻസൾട്ട് ചെയ്യുവോ, നാം അവരോട് റൂഡ്ലി സംസാരിക്കോ?
ഒന്നും ചെയ്യാതെ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന് വെച്ചാൽ നാം എത്ര പ്രാവശ്യം നാം ഹല്ലേലൂയ പത്രോസിനെ പോലൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ക്ഷീണിച്ചു പോയപ്പോഴും കർത്താവ് നമ്മളെ കൈവിട്ടോ? എത്ര പ്രാവശ്യം നാം ഹല്ലേലൂയ കർത്താവ് ആഗ്രഹിച്ച രീതിയിൽ നാം പോരാടാൻ പറ്റിയിട്ടില്ല, റിട്രീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മളെ ഇങ്ങനെ കൂട്ടിച്ചേർത്തല്ലേ കൊണ്ടുവന്നത്. ദാറ്റ് ഇസ് ദ സെയിം മൈൻഡ് ദാറ്റ് ഷുഡ് ബി ഇൻ us as hallelujah people who want to do the ministry. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ അവിടെയും നാം ആ ഒരു സ്വഭാവം കാണുന്നത്. അതിന് ശേഷം നാം ഫസ്റ്റ് ക്രോണിക്കൽസ് 11:12 to 2 സാമുവൽ, ഞാൻ ഇത് വായിച്ചത് എലിയാസറിന്റെ കാര്യം വായിച്ചത് 2 സാമുവൽ 23:9 and 10 ആയിരുന്നു. അത് ആസ്പദമാക്കിയാണ് നാം പഠിക്കുന്നത്. പിന്നെ നാം അവിടെ ഫസ്റ്റ് കിങ്സ് ചാപ്റ്റർ 11 ഫസ്റ്റ് ക്രോണിക്കൽസ് 11:12 to 18 അവിടെയും ഈ എലിയാസറിനെ കുറിച്ച് കാണുന്നുണ്ട്. അവിടെ ആ വാക്യങ്ങളിൽ കാണുന്നത് ദാവീദിന് ദാഹം തോന്നിയപ്പോൾ എലിയാസറും ആ 3 പേര് ശത്രു പാളയത്തിൽ കയറി ചെന്ന് അവിടുന്ന് ദാവീദിന് വേണ്ടി വെള്ളം കൊണ്ടുവരുന്നത്. അവർക്കറിയാം ചിലപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ജീവൻ നഷ്ടപ്പെടാൻ. അവിടെ ഡേവിഡ് പറയുന്നുണ്ട്, they risked their lives, they did not consider their lives precious. പ്രിയമുള്ളവരെ, ആസ് എ സോൾജർ ഓഫ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ, കർത്താവിന്റെ ശുശ്രൂഷകൻ, ഹല്ലേലൂയ, ഒരു മിനിസ്ട്രിയിൽ നാം പ്രയോജനപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സമർപ്പണം കൂടെ വേണം. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത്, എനി വൺ ഹു കൺസിഡേഴ്സ് ഹിസ് ലൈഫ് മോർ ദാൻ മീ ഇസ് നോട്ട് വർതി ഓഫ് മീ. നമ്മുടെ ജീവൻ പോലും പോയാൽ നാം പിന്മാറത്തില്ലെന്ന് ഒരു ഹല്ലേലൂയ സമർപ്പണത്തോടുകൂടെ നാം മുന്നേറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ സമയം കഴിയാറായി. എനിക്ക് 20 minutes ആയിരുന്നു. ഞാൻ പെട്ടെന്ന് അതുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്തത്. എനിവേ, ഈ 4-5 വിഷയങ്ങളെ നാം ഒന്ന് ഓർക്കാം. ജസ്റ്റ് ഞാൻ ആ പോയിന്റ്സ് ഒന്ന് ഓർപ്പിക്കാം. ഒന്ന്, we should have a clear vision, a clarity of vision regarding our king, regarding our captain. നാം ഡിസ്കണ്ടന്റ് ആയിട്ട്, നാം ഡെപ്റ്റേഴ്സ് ടു സിൻ ആയിട്ട്, നാം കിടന്ന ചേറ്റിൽ നിന്ന് ഹല്ലേലൂയ നമ്മെ കൊണ്ടുവന്ന് അവന്റെ ആർമിയിൽ റിക്രൂട്ട് ചെയ്ത് അവൻ നമ്മെ ഹല്ലേലൂയ അവന് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ our endeavors should be to please the one who has kept us in the army. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ we need to be with our captain at all times. ഒരു ക്ലാരിറ്റി ഓഫ് വിഷനോട് കൂടെ ആരൊക്കെ പിന്മാറിയാലും എന്നെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറത്തില്ലെന്ന് ഉള്ള ഒരു സമർപ്പണത്തോടു കൂടെ ഹല്ലേലൂയ ആരെയും ഹല്ലേലൂയ അതുപോലെ ദൈവവചനമായ ആ വാളിനെ മുറുകെ പിടിച്ചോണ്ട് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ നാം ക്ഷീണിച്ചു പോകാം, തളർന്നു പോകാം, വിയറിയാകാം, എങ്കിൽ പോലും ഡിസ്ഹാർട്ടൻഡ് ആയി നാം നമ്മുടെ സ്വോർഡ് താഴെ വിട്ട് അല്ലെങ്കിൽ അത് എടുക്കാതെ ഉപയോഗിക്കാതിരിക്കാതെ ഹല്ലേലൂയ നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തിൽ വിശ്വസ്തയോടുകൂടെ നാം നിൽക്കണം. അത് മാത്രമല്ല, ജീവൻ കൊടുക്കേണ്ടി വന്നാൽ അതിനും കൂടെ ഒരു സമർപ്പണത്തോടുകൂടെ ഈ ദിവസങ്ങൾ നാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ്.